ഹലോ ഗായ്സ്, ഇന്നൊരു ബിരിയാണി റെസിപ്പിയാണ്. ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ. ഒരു പാനിൽ 1 ടീസ്പൂൺ നെയ്യ്, പിന്നെ ചെറുതായി കട്ട് ചെയ്ത ക്യാരറ്റ്, പിന്നെ കുറച്ച് സവാള, ഏലക്ക, കുരുമുളക്, ഗ്രാമ്പു. പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിക്കുക. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്ന് അതേ സെയിം കപ്പിൽ തന്നെ 2 ഇരട്ടി വേണം കേട്ടോ വെള്ളം എടുക്കാൻ. വെള്ളം തിളച്ചതിന് ശേഷം അരമണിക്കൂർ കുതിർത്ത് വെച്ച ബസ്മതി റൈസാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. റൈസ് മാറ്റി വെച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിക്കുക. നട്ട്സും ഡ്രൈ ഗ്രേപ്സും ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് കോരി മാറ്റി വെക്കുക. ഇതേ സെയിം ഓയിൽ തന്നെ കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. ചിക്കൻ ഇന്നലെ തന്നെ മസാല തേച്ച് വെച്ചതായിരുന്നു കേട്ടോ. ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ക്യാപ്സിക്കം പൗഡറും ചിക്കൻ മസാലയും കുറച്ച് ഉപ്പും. ചിക്കൻ ഫ്രൈ ചെയ്തത് മാറ്റി വെച്ചതിന് ശേഷം ഇതേ സെയിം ഓയിൽ തന്നെ കേട്ടോ ഉള്ളി വഴറ്റാൻ പോകുന്നത്. 2 വലിയ ഉള്ളി, പിന്നെ ഒരു വലിയ തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. സവാള നല്ലൊരു കളറുണ്ട് കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഞാൻ ഈ ഒരു ക്യാപ്സിക്കം പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു കളറ്. പിന്നെ ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ജീരകം എന്നിവ കൂട്ടി ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ. മസാല നല്ല വഴറ്റിയതിന് ശേഷം ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഇതിലേക്കിട്ട് കുറച്ച് നേരം അടച്ചു വെക്കുക. ഈ ഒരു മസാലേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ചിക്കനിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം അടച്ചു വെക്കുക. പിന്നെ ഇതിലേക്ക് വേണ്ടത് മല്ലിയിലയാണ് കേട്ടോ. മല്ലിയില കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇക്കാടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇക്കാക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇതാ നമ്മൾ മല്ലിയില ലിഫ്റ്റിലാണ് കേട്ടോ വരുന്നത്. അങ്ങനെ ഗായ്സ് നമ്മളെ മല്ലിയില കിട്ടിയിട്ടോ. കണ്ടപ്പോൾ ഒരു വാടിയ പോലെ തോന്നിയെങ്കിലും കവറൊക്കെ അയച്ച് നോക്കിയപ്പോൾ നല്ല ഫ്രഷാണ്. ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് ചിക്കൻ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. കുറച്ച് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ ഇടുക, പിന്നെ റൈസ് ഇടുക. ഇങ്ങനെ 2-3 ലെയറായിട്ട് ഇടണം. അപ്പോൾ ഏകദേശം നമ്മൾ ബിരിയാണി സെറ്റായി കഴിഞ്ഞു.
എല്ലാം ഇട്ടതിന് ശേഷം അടച്ചു വെക്കുക. പിന്നെ നമ്മൾ കഴിക്കുന്ന ആ സമയത്ത് എടുത്താൽ മതി കേട്ടോ.